ലോകമെമ്പാടും പരന്ന സ്പാനിഷ് ഫ്ലൂ എന്ന ഭീകരമായ മഹാമാരിക്ക് ശേഷം ഇതാദ്യമായാകും ലോകം ഇങ്ങനെ ഭയന്നു വിറച്ച് അവനവനിലേക്ക് ചുരുങ്ങുന്നത്. കടൽ കടന്ന് എല്ലാ ഭൂഖണ്ഡങ്ങളും കുട്ടികൾക്ക് ലോകവിവരം ഉണ്ടാവണം. അതിനാ വാർത്ത കാണാൻ പറയുന്നത്. വീടുകളിലേക്ക് എത്തിച്ചേർന്ന സന്തോഷം പങ്കിടാനായി ചില പ്രവാസി സുഹൃത്തുക്കൾ ക്വാറന്റൈൻ സെന്റർ നടത്തുന്നതും വീഡിയോ കോൺഫറൻസിലൂടെ ഞങ്ങളോടൊപ്പം ചേരും. കഴിഞ്ഞ 20 വർഷക്കാലമായി പ്രവാസ ജീവിതം നയിക്കുന്ന ഓച്ചിറ സ്വദേശി അനിൽകുമാറാണ് ആദ്യമായി നമ്മളോടൊപ്പം ചേരുന്നത്. അനിൽ, ഹലോ അനിൽ, കേൾക്കാമോ? കേൾക്കാം. പറയൂ അനിൽ, ജീവിതത്തിനും മരണത്തിനും ഇടയിലെ നൂൽപ്പാലത്തിൽ നിന്നും ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയെത്തിയ താങ്കൾ ഈ അനുഭവത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ലോകമാകെ പടർന്നു പിടിച്ച കോവിഡ് എന്ന മഹാമാരിക്ക് മുമ്പിൽ എല്ലാവരും പകച്ചു നിന്നപ്പോൾ അതിനെ ചെറുത്തു തോൽപ്പിച്ച കേരള സർക്കാരിന് ഒരു ബിഗ് സല്യൂട്ട്. ഈ മണ്ണിൽ മടങ്ങിയെത്താൻ കഴിയുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. വിസ കാലാവധി കഴിഞ്ഞ ഒരു അമേരിക്കൻ പൗരൻ ഹൈക്കോടതിയിൽ റിട്ട് സമർപ്പിച്ച ആ രാത്രിയിൽ ഞങ്ങളാരും ഉറങ്ങിയതേയില്ല. എത്രയും പെട്ടെന്ന് നാട്ടിലെത്തണമെന്നായിരുന്നു മനസ്സ് മുഴുവൻ. ഞങ്ങളെ നാട്ടിലെത്താൻ സഹായിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുക. ഈ അവസരത്തിൽ വീട്ടിലേക്ക് പോകുന്ന താങ്കൾ ഈ ആഹ്ലാദം എങ്ങനെയാണ് പങ്കുവെക്കുന്നത്? ഈ രോഗം പടർന്നു പിടിക്കുന്ന സമയത്ത് വീട്ടിലെല്ലാവരും പരിഭ്രാന്തിയിലായിരുന്നു. എല്ലാവരും നാട്ടിലെത്തിച്ചേർന്നതിന് ശേഷമാണ് എല്ലാവർക്കും ഒരു ആശ്വാസമായത്. അയ്യോ, അച്ഛൻ. അഞ്ജലു, അമ്മേ, ദേ അച്ഛൻ. ആ ചേട്ടനെന്താ ഇത്രയും താമസിച്ചത്? ഞങ്ങള് രാവിലെ മുതൽ കാത്തിരിക്കുക. എന്നിട്ട് നീ ഒന്ന് വിളിച്ചത് പോലും ഇല്ലല്ലോ. അത് ഫോണിൽ ബാലൻസ് ഇല്ലായിരുന്നു. നാട്ടിൽ കടയൊക്കെ തുറന്നിട്ട് എത്ര നാളായി. ഈ അഞ്ജലുവിന്റെ ഇതെത്താ പറ്റി? എന്നെ കണ്ടിട്ട് അടുത്തോട്ട് വന്നതുപോലുമില്ല. ഓ, അതോ നമ്മുടെ പൂമംഗലത്തെ അജിതയില്ലേ? അജിത പ്രഭാരേട്ടന്റെ മോള്? അതെ. അവളിപ്പോഴും ആശാവർക്കർ തന്നല്ലേ? അതെ. അവള് കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നിരുന്നേ കോവിഡ് ബോധവൽക്കരണത്തിന്. എല്ലാരും മാസ്ക് ധരിക്കണമെന്നും സാമൂഹ്യ അകലം പാലിക്കണമെന്നും പറഞ്ഞതുകൊണ്ട് മോൾ എന്റെ അടുത്ത് പോലും വരുന്നില്ല. അപ്പോ എല്ലാ ബന്ധങ്ങളും അകന്നു തുടങ്ങിയല്ലേ? ഏ, അങ്ങനൊന്നുമില്ല. ചേട്ടന് വെറുതെ തോന്നുന്നതാ. എല്ലാം വെറും തോന്നലുകളാണല്ലോ. ചേട്ടനാകെ മുഷിഞ്ഞിരിക്കുക. ഒന്ന് കുളിച്ചുഷാറാക്. ടവൽ പുറത്തെ ബാത്റൂമിലുണ്ട്. അയ്യോ ചേട്ടാ, നമ്മുടെ റൂമല്ല, ഈ റൂമാ വൃത്തിയാക്കിയിട്ടിരിക്കുന്നേ. അച്ഛൻ എന്ത് പറ്റിയമ്മേ? ചേട്ടനെന്താ ഒന്നും മിണ്ടാത്തെ? ഈ കോവിഡ് കാലം മനുഷ്യനെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു. ഒരു വൈറസിന് മുമ്പിൽ തോറ്റോടിയ മനുഷ്യൻ എത്ര നിസ്സാരനായ ജീവിയാ. ഏട്ടനിനി എന്നത്തേക്ക് മടങ്ങി പോകാൻ പറ്റും?
അയ്യോ എന്തു പറ്റിയേട്ടാ? മനസ്സ് വല്ലാതെ നിറഞ്ഞാലേ പിന്നൊന്നും ഇറങ്ങത്തില്ല. കഷ്ടം, അച്ഛൻ ഒന്നും കഴിച്ചില്ല. ഈ അമ്മയുടെ ഒരു കാര്യം. അമ്മ എന്തിനാ അങ്ങനൊക്കെ പറയാൻ പോയാ? അച്ഛന് വിഷമമായി. മിണ്ടായിരിടി, തലയിരിക്കുമ്പോ വാലാടണ്ട. ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞപ്പോ അല്ലേലും ഒരു വകതിരിവില്ലാത്ത നാക്ക എന്റേത്. ആഹാ, അനിയേട്ടൻ കിടന്നോ? നല്ല ക്ഷീണം ഉണ്ടാവും, കിടന്നോ. മോളെ, ദേ അച്ഛന് ചായ കൊണ്ട് കൊടുക്ക. അച്ഛാ, അച്ഛാ. അമ്മേ, എന്തു പറ്റി മോളെ? എന്താ? ബിന്ദുവിന് മരുഭൂമിയിലെ ജീവിതത്തിൽ എന്റെ സുഖങ്ങളെക്കാൾ നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയാണ് ഇത്രയും കാലം പിടിച്ചു നിന്നത്. എപ്പോഴും താങ്ങായും തണലായും നിങ്ങളൊപ്പം ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ നാട്ടിലേക്ക് വന്നത്. പക്ഷേ എനിക്കുണ്ടായ അനുഭവം എനിക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമാണ്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നീ മോളും എന്നോട് ക്ഷമിക്കണം. ഇനി ഞാൻ നമസ്കാരം. ഇതാരാ അല്ലേട്ടനോ? എപ്പോ എത്തി? ഇന്നലെ തിരക്കിട്ട് രാവിലെ എങ്ങോട്ടാ ഇത്? വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാ. അത് കൊള്ളാം. അപ്പൊ ഒന്നും പറഞ്ഞില്ല ഇതുവരെ? ബിന്ദു ചേച്ചി ഒന്നും പറഞ്ഞില്ല? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ചേട്ടാ, നമ്മുടെ പഞ്ചായത്തിൽ ഇന്നു മുതൽ 144 പ്രഖ്യാപിച്ചേക്കുവാ. നമ്മുടെ പൂമംഗലത്ത് അജിതിക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുക. അവരുമായി സമ്പർക്കത്തിലുണ്ടായിരുന്ന എല്ലാരും പേടിച്ചിരിക്കുക. അതെ, ഞാൻ അല്പം തിരക്കില്ല. നമുക്ക് വൈകിട്ട് കാണാം. ഈ ആശാവർക്കർ അജിതയുടെ കാര്യമാണോ ദിലീപി പറയുന്നത്? അതെ. എന്തു ചേട്ടാ? ഏയ്, ഒന്നുമില്ല. ഓ അതോ, നമ്മുടെ പൂമംഗലത്തെ അജിതയില്ലേ? അവള് കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നിരുന്നേ കോവിഡ് ബോധവൽക്കരണത്തിന്. എല്ലാരും മാസ്ക് ധരിക്കണമെന്നും സാമൂഹ്യ അകലം പാലിക്കണമെന്നും പറഞ്ഞതുകൊണ്ട് മോൾ എന്റെ അടുത്ത് പോലും വരുന്നില്ല. ഞാനവരെ വെറുതെ തെറ്റിദ്ധരിച്ചല്ലോ. ചേട്ടാ, ചേട്ടാ നിക്ക്. എന്തോ ചേട്ടാ, എന്തോ
കാര്യം. നമ്മളെ മനസ്സിലാക്കാൻ അച്ഛന് കഴിഞ്ഞില്ലല്ലോ മോളെ. നമ്മൾ ഇനി എന്തിനാ ജീവിച്ചിരിക്കുന്നത്? അമ്മേ, അച്ഛൻ എവിടെ പോയതാ അമ്മേ? അറിയില്ല മോളെ. എനിക്ക് അച്ഛനെ കാണണം. ബിന്ദു, മോളെ അഞ്ജലു, ബിന്ദു, ബിന്ദു, നീ എന്തായി കാണിച്ചേ? നമ്മുടെ മോൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അച്ഛാ, പേടിച്ചിട്ട് അനിലേട്ടാ. അജിതയ്ക്ക് രോഗം സ്ഥിരീകരിച്ചത് മുതൽ ഞങ്ങൾ ആകെ പേടിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അനിലേട്ടന്റെ അടുത്ത് പോലും ഞങ്ങൾ വരാതിരുന്നത്. അനിലേട്ടനില്ലാത്ത ലോകത്ത് ഞങ്ങക്ക് ജീവിക്കാൻ പറ്റും അനിലേട്ടാ. സോറി അനിലേട്ടാ. ലോകത്തൊരു വൈറസിനും നമ്മുടെ ഈ സ്നേഹം തകർക്കാൻ കഴിയില്ല. ഇതിനെയും നമ്മൾ അതിജീവിക്കും. ഈ കാലവും കടന്നു പോകും.